സാൻഡോ കത്തോലിക്ക ആപ്പ്. നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായ പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവിന്റെ ബലി നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ജോളി എന്ന ചേച്ചിയുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഈ സഹോദരി ഇപ്പോൾ അമൃത ഹോസ്പിറ്റൽ വെന്റിലേറ്ററിലാണ്, ചികിത്സയിലാണ്. വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ അമ്മയെ, മകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തിയും സമാധാനവും സന്തോഷവും പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും കർത്താവിൻ്റെ സ്പർശനവും തളിത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാലിയെ എഴുന്നേൽപ്പിച്ച ദൈവം ഈ അമ്മയുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ടുള്ള വലിയ സൗഖ്യത്തിനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ വിശുദ്ധ ആഗത്ത എന്ന പുണ്യവാളത്തിയുടെ തിരുനാൾ കൊണ്ട് കാണുകയാണ്. കർത്താവിൻ്റെ കൃപയാണ് എൻ്റെ രക്ഷയും എൻ്റെ ബലവും എന്ന് പറഞ്ഞുകൊണ്ട്, കർത്താവിന് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ പിന്തിരിപ്പിക്കാനായിട്ട് നടന്നിരുന്ന അന്നത്തെ സമൂഹത്തോട് ഈശോയുടെ സുവിശേഷം വിളമ്പിയ ഈ വിശുദ്ധയെ പോലെ നമുക്കും കൂടുതൽ കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മാറാം. കർത്താവിൻ്റെ കൂടുതൽ കൃപകൾ നമുക്ക് ചോദിച്ചു വാങ്ങാം. വിശുദ്ധ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പൊള്ളിയ ശരീരം പൊള്ളുന്നവരുടെ, അല്ലെങ്കിൽ ഈ ശരീരമൊക്കെ പൊള്ളിയ മക്കൾക്ക് അല്ലെങ്കിൽ പൊള്ളുന്ന മക്കളുടെ ഒരു മധ്യസ്ഥയാണ് എന്നുള്ളതും കർത്താവ് ഈ വിശുദ്ധയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിലൊക്കെ തീ മൂലമോ അതുപോലെ മറ്റുള്ള ഇതിൽ മൂലമോ ഒക്കെ ശരീരം പൊള്ളുകയോ അല്ല ആ അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ മധ്യസ്ഥയാണ് എന്ന് ഈ വിശുദ്ധ സഹനങ്ങൾ
സുവിശേഷത്തിന് അധിഷ്ഠിതമായിട്ട് താൻ ഈ സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ നമുക്കറിയാം അതെല്ലാം ജീവിതത്തിൽ എളുപ്പമായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. സഹനങ്ങളെ കൂടുതൽ ഒക്കെ സ്വീകരിക്കാനായിട്ട് ഒക്കെ ഈ വിശുദ്ധയ്ക്ക് സാധിച്ചതുപോലെ ഈശോയെ പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് പലപ്പോഴും സഹനങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്ന രീതിയാണ് ഞങ്ങൾ അവലംബിക്കുന്നത്. പക്ഷേ അതെല്ലാം സധൈര്യം നേരിടാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഈശോയുടെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ജോളി എന്ന ചേച്ചിയുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് ഈശോയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ ആകയാൽ ോടും എല്ലാ മലാഹമാരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസാക്ഷ്യത്തിൻ്റെ ശക്തിയാലും കന്യാത്വത്തിൻ്റെ യോഗ്യതയാലും അങ്ങേ എപ്പോഴും പ്രസാദിപ്പിച്ച് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധാകത്ത അങ്ങേക്കാരനും ഞങ്ങൾക്കായി അപേക്ഷിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ഒന്നാം വായന. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. സഹോദരരെ, പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയുമരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴിയൊരുക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. പിതാവിന് മക്കളെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെ മേൽ തന്നെ. കർത്താവിന്റെ കാരുണ്യം അവിടത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അല്ലേലൂയ, അല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അല്ലേലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷം യഥായോഗ്യം പ്രഘോഷിക്കുന്ന ഹൃദയത്തെ മകരങ്ങളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു സ്വന്തം നാട്ടിലെത്തിയ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാവത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു.
അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? ഇത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരല്ലേ? ഇവൻ്റെ സഹോദരിമാരിവിടെ നമ്മോട് കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞത് അവനിലിടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. അവൻ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീനും കാസയുമായി നാം ഒന്നു ചേരുമി ബലിയിൽ. ഇന്നിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. ഇന്നിതായി വരും യേശുവോടൊത്ത് താതനർപ്പിക്കും ആത്മയാഗം. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ ചേരുമി ബലിയിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ. സഹോദരങ്ങളെയും ബലി സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവിന്റെ സുസാക്ഷ്യ വിശുദ്ധ അകത്തായുടെ സ്മരണയിൽ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന നിരഞ്ജനത്തിന്റെ സ്തുതിയുടേതുമായി ബലി സ്വീകരിക്കണമേ. അങ്ങനെ ഈ ബലി ഞങ്ങളെ പാപമോചനത്തിലേക്ക് നയിക്കുകയും നിത്യമായ കൃതജ്ഞത പ്രകാശം സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവമേ, അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അല്ല, അങ്ങേ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ ക്രിസ്തുവിനെ അനുകരിച്ച സാക്ഷ്യ വിശുദ്ധ അകത്ത ചിന്തിയ രക്തം അങ്ങേ അത്ഭുതകൃത്യങ്ങൾ പ്രകടമാക്കുന്നത് വഴി ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനരായ ഹൃദയയിൽ അങ്ങ് ശക്തി പ്രകടമാക്കി ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാസ്ത്രീയന്മാരോടുകൂടെ അങ്ങേ നിരന്തരം ഭൂമിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ കൃത്യമായ പരിസ്ഥനാകുന്നു. അങ്ങയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകടം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റി കൊടുക്കപ്പെട്ട സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടളിച്ച് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക്
ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം, സമാധാനങ്ങൾ ഓർക്കാം, രോഗങ്ങൾ സുഖപ്പെടുത്തിയതിന്, വൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾ എടുത്തു മാറ്റിയതിന്, വീടും ഭക്ഷണവും വസ്ത്രവും നൽകി അനുഗ്രഹിക്കുന്നതിന്, നല്ല മാതാപിതാക്കളെ നൽകി അനുഗ്രഹിച്ചതിന്, സ്വന്തം സഹോദരങ്ങൾ നൽകി അനുഗ്രഹിച്ചു, ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിച്ചതിന്, മക്കളെയും മരുമക്കളെയും നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഇന്ന് പ്രത്യേകമായിട്ട് ജോളി എന്ന ചേച്ചിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ചേച്ചിയുടേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കർത്താവ് ഏറ്റെടുക്കാനായിട്ട്, സൗഖ്യപ്പെടുത്താനായിട്ടൊക്കെ യാചിക്കാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഈ ബലിയർപ്പണം സാന്തോ മിഷൻ എന്ന ചാനലിലൂടെ നൽകി അനുഗ്രഹിക്കുന്നു നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സനെയും ഗ്ലെനിനെയും ക്രിസ്റ്റിയെയും, പ്രത്യേകമായിട്ട് അവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കപ്പെടണമെന്ന് നമുക്ക് ഈശോയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകെ കർത്താവിനടുത്ത് ഭരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എത്തത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വ്യഭിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങൾ രൂപത അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയിംസ് പിതാവിനോട് വ്യതികരണത്തോട് മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നിൽ പ്രാർത്ഥിക്കുന്നതിന് ദൈവമാതാവരിസനിയാമറിയത്തോടും ആ കനിയയുടെ ഭർത്താവായ വകയുടെ പിതാവിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരുടെ കലാകാലങ്ങൾ സാധിപ്പിച്ച സ്ഥലവിശ്വരോടുമൊത്ത് ജീവിൽ പങ്കുചേരാൻ അർഹരാക്കിയ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങ് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധിതരായും ദൈവോപദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളെല്ലാം മോചിപ്പിച്ച് ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന പോസ്റ്റലം മളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം സഭയുടെ വിശ്വാസികൾ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ മിശ്രണം അവ സ്വീകരിക്കുന്ന നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിലെ സ്വീകരിക്കുകയും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ എനിക്ക് മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ വിശുദ്ധമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാട് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ പ്രവേശിക്കാൻ യോഗ്യനല്ല. മാത്രം മതി, ആത്മാവസുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിൻ്റെ മുമ്പിൽ അമൂല്യമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ആഘോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് അങ്ങേ സ്വർഗീയദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യവിരുന്നിൽ അങ്ങേ പുത്രൻ്റെ മരണം പ്രഖ്യാപിക്കുന്ന ഞങ്ങളെ വിശുദ്ധ അകത്തായോടത്ത് അവിടുത്തെ ഉത്ഥാനത്തിലും മഹത്വത്തിലും അംഗീകാരം അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധമറിയമേ, അപേക്ഷിക്കണമേ. പിതാവേ, അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, സകല അപേക്ഷിക്കണമേ. മാലാഖമാരെ, അപേക്ഷിക്കണമേ. താരാട്ടിന്നീണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാണമ്മ. താരാട്ടിന്നീണമാണമ്മ, സാന്ത്വന സ്പർശമാണമ്മ, ഈശ്വര സൂനുവിന്നമ്മ, ഈ വിശ്വ മാതാവാണമ്മ. സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ.